വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അന്ന് പെട്ടെന്ന് ഓർമ്മ വന്ന് അയ്യോ സാധനം വാങ്ങാനുണ്ട്, എന്നാൽ പിന്നെ റെഡി ആയിട്ട് പോയി സാധനം വാങ്ങിയിട്ട് വരാം എന്തേ. അങ്ങനെ ഇന്ന് ഞാൻ ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടും ഇട്ടിട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ടീഷർട്ട് ഇട്ടു. അപ്പോൾ എൻ്റെ കണ്ണട ഇത് പഴയതാണ്, അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ വെറുതെ ഉപയോഗിക്കാറ്, അപ്പോൾ ആ കണ്ണെടുത്തിട്ടു. പിന്നെ ഞാൻ ഓർത്തത് എന്തായാലും ചെരുപ്പ് കൂടെ മാറ്റണം. ചെരുപ്പ് മാറ്റി ഷൂ ഇട്ടു. ഇനി ഒരു കവർ വേണം, അതായത് എക്സ്ട്രാ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി. അപ്പം ഇത് പോരാ, വലിയ ബാഗ് വേണം. ബാഗ് വരട്ടെ. അപ്പോൾ ഈ ബാഗ് എടുത്തിട്ടാണ് ഇന്ന് നമ്മൾ സാധനം വാങ്ങാൻ പോകുന്നത്. ഞാൻ ബേസ്മെൻറ്റിലാണ് താമസം, അപ്പോൾ എനിക്ക് ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം മുകളിലെത്താൻ. ചെറുതായിട്ടൊന്ന് മഴ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് കാണാം ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുറത്തെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന് മുന്നിലുള്ള റോഡ്. ഇതാ നിങ്ങൾക്ക് ദൂരെ കടൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ സീ സൈഡിലാണ് എൻ്റെ ഫ്ലാറ്റ്. അത്യാവശ്യം തിരയൊക്കെ ഉണ്ട്. ഇന്ന് നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ തിര, അല്ലെങ്കിൽ ഇവിടെ ഈ കടലിൽ തിരയില്ല. അപ്പം ഈ വഴി പോയാലാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പെല്ലാം ഉള്ളത്. ലിഡിൽ, പിന്നെ ഒരു മലയാളി കടയുണ്ട്. മലയാളി കട, ഇന്ത്യൻ സ്റ്റോർ, മലയാളി കട എന്നാണ് പറയൽ. അപ്പം ബസ്സിനും പോവാം, നടന്നും പോവാം. ഇതാണ്ടില്ലേ ബസ്. ഈ ബസ്സിന് കയറിയാൽ അവിടെ സ്റ്റോപ്പുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ പോയി ഇറങ്ങാം. പക്ഷേ ഞാൻ നടന്നു പോകാനാണ് എപ്പോഴും എനിക്കിഷ്ടം. എന്താ വെച്ചാൽ ഈ നടന്നു പോകുന്ന സമയത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ഓരോരോ കാറും വീട് ഇതെല്ലാം ഓരോ ആൾക്കാരെല്ലാം കാണുമ്പോൾ ഇതുപോലത്തെ ഒരു കാറ് വാങ്ങണം, ഇതുപോലത്തെ ഒരു വീട് വാങ്ങണം, ഇത് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കും. ഉണ്ടായിരുന്ന അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ബസ് കാത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ കുറേ സൈക്കിളാണ് ഉണ്ടായത്. നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ സൈക്കിൾ നമുക്ക് എടുത്തിട്ട് പോവാം. ഇത്ര മണിക്കൂർ നേരത്തേക്ക്, ഇത്ര മിനിറ്റ് നേരത്തേക്ക് ഇത്ര പൈസ, അങ്ങനെയാണ്. ചെറിയ ചാർജേ ഉള്ളൂ, വലിയ ചാർജൊന്നുമില്ല. എൻ്റെ അവസാനം ഇത് ഇങ്ങനത്തെ ഏതെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാവും ചില സ്ഥലത്ത്, അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്താൽ മതി. നടന്ന് ഞാനിപ്പോൾ ഏകദേശം ലിഡിലെത്താനായിട്ടുണ്ട്. ഇതുണ്ട്, ലിഡിലെത്തുന്നതിന് മുമ്പുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം നല്ല മരമെല്ലാം ഉണ്ട്. ഇവിടെ നല്ല തണലും ഒരു കാറ്റെല്ലാം. ഏകദേശം ലിഡിൻ്റെ മുന്നേ ആയി. ഈ നല്ല കാറ്റത്ത് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നടന്ന് ലിഡിലെത്താനായി. പക്ഷേ ഇന്ന് ആദ്യം ലിഡിലേക്കല്ല പോകുന്നത്. ലിഡിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്, ഇന്ത്യൻ സ്റ്റോർ. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ലിഡിൻ്റെ പാർക്കിങ് വഴിയാണ് ഞാൻ നടന്നങ്ങോട്ട് പോകാറ്, ഇല്ലെങ്കിൽ ഒന്ന് ചുറ്റി പോകണം റോട്ടിൽ കൂടെ. ഇതൊക്കെ ഞാൻ ചുമ്മാ എടുത്തത്. ഇവിടെ ഇങ്ങനെ ചെറിയ ആഡൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നടന്ന് മലയാളി സ്റ്റോറിലെത്താനായി. അകത്ത് കയറി എനിക്ക് റാഗി വാങ്ങണമായിരുന്നു. നമ്മൾ ദോശ ഇടുന്ന റാഗീനെ കൊണ്ടാണ്. അപ്പോൾ അത് തീരാറായി. അതുകൊണ്ട് ഈ പാക്കറ്റാണ് ഞാൻ വാങ്ങുന്നത്. ഇന്ന് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 പാക്കറ്റ് എടുത്തു. എനിക്ക് നാളെയും വരാനുണ്ട്, അപ്പം വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, അത്യാവശ്യം എല്ലാ ഇന്ത്യൻ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാണിത്. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ്. ഫ്രോസൺ ആയാലും സ്നാക്സ് ആയാലും. ഇതുണ്ടോ നമ്മുടെ നാട്ടിലത്തെ അവലൂസ് ഉണ്ടോ? ഞാൻ വാങ്ങിയിട്ടില്ല, ഞാൻ വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാനിവിടെ നിന്ന് അധികം ചിപ്സാണ് എടുക്കാറ്. പിന്നെ പയർ, കടല, ചെറുപയർ, അങ്ങനെ എല്ലാ ഗ്രെയിൻസും പൾസസും സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ സാധനം വാങ്ങി ഞാൻ വീണ്ടും തിരിച്ച് ലിഡിലേക്ക് പോകലായി. വലിയ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ള ഒരു ലിഡിലാണ്. വലിയ ലിഡിലല്ല, എന്നാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും എല്ലാം ലിഡിലാണ്. അങ്ങനെ ഞാൻ ലിഡിൻ്റെ അകത്തേക്ക് കയറി. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ബാസ്ക്കറ്റ് എടുക്കണം. എൻ്റെ കയ്യിലൊരു ട്രോളി ഉണ്ട്, പക്ഷേ അതിലിടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ചെറിയ ട്രോളി എടുക്കുന്നുണ്ട്. ആണെന്നല്ലേ, എന്താ വെച്ചാൽ എൻ്റെ കയ്യിലെ ട്രോളി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് ചിലപ്പോൾ മാറ്റാൻ പറയും. അതുകൊണ്ടാണ് ഈ ട്രോളി എടുക്കുന്നത്. ഇനിയിപ്പോൾ 2 ട്രോളിയും കൊണ്ട് പിടിച്ച് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഞാൻ ആവുന്ന പോലെ എടുക്കാം. ഓക്കെ, അപ്പോൾ ട്രോളി റെഡി. ആദ്യം പഴം. ഞാൻ ഈ 5 പഴമുള്ള ഇതാണ് എടുത്തത് കേട്ടോ. ഞാൻ ലൂസ് പഴം എടുക്കാറില്ല. പിന്നെ ഓറഞ്ച് ഈ ലിഡിലെ ഓറഞ്ച് കുറച്ച് പൊടിയാണ്, മധുരം കുറവാണ്. അതുകൊണ്ട് ഞാൻ ഓറഞ്ച് അസ്തേതാണ് വാങ്ങിക്കാറ്. പിന്നെ വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ കണ്ട ഇങ്ങനത്തെ കുറേ സ്നാക്സ് ഉണ്ട്, കുറേ ബേക്കറി ഐറ്റംസ്, മധുരമുള്ളതും ചീസുള്ളതും, പിസ്സ, ക്രസൻറ്റ്, അങ്ങനെയൊക്കെ. അടുത്തത് ഞാൻ യോഗേട്ട് എടുക്കാനാണ് വന്നേക്കുന്നത്. പല യോഗേട്ടും കാണാം ഇവിടെ, പക്ഷേ ഞാൻ എടുക്കുന്ന യോഗേട്ട് ഏറ്റവും താഴത്തെ റാക്കിലുള്ള ഗ്രീക്ക് നാച്ചുറൽ യോഗേട്ട്. ഇതാട്ടോ ഞാൻ എടുക്കൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതൊരു ഐസ്ക്രീമൊക്കെ പോലെ. അങ്ങനെ ഞാൻ ബാസ്ക്കറ്റിൽ വെച്ചു. ബാസ്ക്കറ്റിൽ കുറച്ച് സ്പേസ് കാണുന്നുണ്ടല്ലോ, അതെന്തിനാണെന്ന് ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. അത് ഞാൻ കാണിച്ചു തരാം, വഴിയെ മനസ്സിലാവും. ഇതാണ്ട് ഇത് ഞാൻ ലാസ്റ്റ് ടൈമിൽ ട്രൈ ചെയ്തിരുന്നു, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ട്രോബെറി, ഇതും കുഴപ്പമില്ല. ഞാൻ വേറൊരു ചാനൽ ചെയ്യുന്നുണ്ട്, എൻ്റെ ASMR. അപ്പോൾ അതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇത് കണ്ട ഹൈ പ്രോട്ടീൻ, അതും കുഴപ്പമില്ല.
എന്താ ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് ഞാൻ എന്തിനാ ഈ ട്രോളിയിൽ സ്പേസ് വെച്ചതെന്ന്? ഈ വെള്ളം വെക്കാനാണ്. ഇനി ഈ മുട്ടയാണ് ഞാൻ വാങ്ങിക്കുന്നത്. ഇത് ഏകദേശം ഒരു 15 ഉണ്ട്. അപ്പം മുട്ട എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. പൊട്ടിയിട്ടൊന്നുമില്ല, ഓക്കെയാണ്. ഡേറ്റും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ മുട്ടയും കൂടെ എടുത്തിട്ട് ബില്ല് ചെയ്യാൻ പോയി. നമ്മളെ സാധനങ്ങളായി. ഓക്കെ, എല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. ഒരു ടിഷ്യൂവും കൂടെ എടുത്തിട്ടുണ്ട്, 24 റോളുള്ള. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ട്രോളി മൊത്തം സാധനമാണ്. വലിയൊരു ടിഷ്യൂ ഉണ്ട് കയ്യിൽ. അപ്പോൾ 2 കയ്യിലും സാധനം പിടിച്ച് എനിക്ക് ഇത്രയും ദൂരം നടന്നു പോകാനുണ്ട്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.